പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഒരു സാധാരണ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സീനിയർ സിറ്റിസൺ, എനിക്കിപ്പോൾ 68 വയസ്സായി, 67 കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ പിണറായി വിജയൻ തന്നെയായിരുന്നു തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇവിടെ ഒരു തുടർഭരണം നേടി ഭരിക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷം ഇവിടെ തെരുവുകളിൽ യുദ്ധങ്ങളും സമരങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ആരെങ്കിലും ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. ഈ മുഖ്യമന്ത്രിയും നമ്മുടെ മറ്റ് മന്ത്രിമാരൊക്കെ പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നവരെയൊക്കെ ഒരു കരിങ്കൊടി കാണിക്കുന്നേ ഉള്ളൂ. അപ്പോഴേ അവരെ കൈകാര്യം ചെയ്ത് വിടുന്നുള്ളത് അങ്ങനെയുള്ളതായിരുന്നു. പക്ഷേ ഈ സർക്കാർ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് SFIക്കാരും KSUക്കാരുമായിട്ടുള്ള സംഘർഷങ്ങൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത്, നമുക്കൊക്കെ ഈ ഏത് സർക്കാരും മാറി വന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ പോലെയാണ്. എന്നെപ്പോലുള്ള ഒരു ആൾക്കാർക്കൊക്കെ ഒരു സർക്കാർ കൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മളെവിടെങ്കിലും പോയി പണി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടോ അല്ലെങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജീവിക്കാമെന്നുള്ളതല്ല, സർക്കാരിൽ നിന്ന് ഒരു പൈസയുടെ ഗുണവും നമുക്ക് കിട്ടത്തില്ല. അതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും കിട്ടത്തില്ല, UDF ഭരിച്ചാലും കിട്ടത്തില്ല, LDF ഭരിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം അതിവിടെ തീർച്ചയായിട്ടും ഭരിക്കാൻ കോൺഗ്രസ് ഭരിച്ചാൽ കിട്ടത്തില്ല. കാര്യം എന്തോ, മറ്റവരെപ്പോഴും ബഹളമായിരിക്കും റോഡിൽ. KSRTC ബസ്സിന് കല്ലെറി നടക്കുന്ന ഒരു ഹർത്താൽ നടത്തിയിട്ട് ഒരു വണ്ടിയെ പോകുന്നവൻ്റെ കാറ്റടിച്ചു വിടും, അവനെ തല്ലും ഇവനെ തല്ലും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഇതിലും ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘർഷമില്ലാതെ ഒട്ടയുള്ളൊരു ജീവിതം ഈ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങ് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവർ ഭരിച്ചു നമുക്കൊന്നും കിട്ടിയില്ലേലും വേണ്ടിയല്ല, ഈ അടിയും പിടിയുമില്ലാതെ ജീവിക്കായിരുന്നു. അല്ലെങ്കിൽ ഇത് രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അല്ലാതെ ഒരുമാതിരി ഇന്ന് നല്ല രീതിയിൽ കഴിഞ്ഞാൽ അത് ഈ ഗുണ്ടകളെല്ലാം അകത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.